Hi friends, welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തനി നാടൻ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കാണുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ പിച്ചി എടുക്കാതെ. ചിക്കൻ ഒന്ന് പിച്ചിക്കീറി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കീറിയാണ് എടുത്തേക്കണത്. ഇത് മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട. മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ചെറുതായിട്ട് അങ്ങ് പൊടിഞ്ഞു പോവും. ഇങ്ങനെ പിച്ചി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ പിച്ചിയെടുക്കാം. അപ്പോൾ വറ്റിക്കുമ്പോൾ ഫുള്ളായിട്ട് വെള്ളം വറ്റിക്കേണ്ട, കുറച്ച് വെള്ളം ഇരുന്നോട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നല്ലത് സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒരുപാട് വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി പോകുന്നത്. ഇനി വേണ്ടത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 10 ചെറിയ ഉള്ളി അത് ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ പച്ചമുളക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാം. ഇപ്പോൾ ഈ പച്ചമുളകിന് ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത്. 10 വെളുത്തുള്ളി, ഇത് നാടൻ വെളുത്തുള്ളിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതും പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് 2ആയിട്ട് പൊട്ടിച്ചിടുക. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. പിന്നെ പച്ചമുളക്, ഈ സവാള. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. കളറൊന്നും മാറണ്ട. ഈ സവാളയൊക്കെ ഒന്നൊരു വൈറ്റ് കളർ അയച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതെൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഈ എൻ്റെ വീഡിയോൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ആ ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യമേ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടേച്ചാൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഇപ്പം ചട്ടിയിൽ എണ്ണയൊന്നും കാണുന്നില്ലല്ലോ. പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണ ഇങ്ങനെ വരാൻ തുടങ്ങും. ഈ തോരൻ ശരിക്കും നല്ലൊരു സ്പൈസി ആയിട്ടുള്ള തോരനാണ്. കുറച്ചും കൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ എരിവ് മുളക് പൊടിയും പച്ചമുളകൊക്കെ കുറച്ചും കൂടെ അധികം ചേർക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മല്ലിയൊന്നും ശരിക്കും മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മല്ലിയുടെയൊക്കെ ഒരു പച്ച ഫ്ലേവർ വരും. അതുകൊണ്ട് ശരിക്കും നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇടാം. തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പിച്ചിക്കരി വെച്ചേക്കണ ചിക്കൻ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ പൊടിച്ചു കൊടുക്കാം ചിക്കൻ. ഇതങ്ങ് ഒരുപാട് ഡ്രൈ ആവണ്ട, ചെറിയതായിട്ടൊരു മോയ്സ്ചർ ഉണ്ടാകുന്നത് നല്ലതാണ്. ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി ഇതൊരു 2 മിനിറ്റത്തേക്ക് അത് അടച്ചു വെച്ചേക്കാം. 2 മിനിറ്റ് നേരം മതി, ഒരുപാട് വേണ്ട. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തൊക്കെ എത്രയും കറിവേപ്പില കിടക്കുന്ന അത്രയും ടേസ്റ്റാണ് ഇത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെയും പിന്നെ അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി റോൾ ചെയ്തിട്ടോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.